ഒരു കാറ് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങുകയാണെങ്കിൽ ദാണ്ടെ ഇവന്മാരെയൊക്കെ വാങ്ങണം എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം ഇവന്മാരൊക്കെ ജർമ്മനാ അല്ലയോടാ. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളിൽ വൈവിധ്യം മാറുന്നതാണ് ജർമ്മൻ എഞ്ചിനീയറിംഗ്. പിന്നെ എങ്ങനെ ആരാധന തോന്നാതിരിക്കും? അതെ, പക്ഷേങ്കിൽ യവന്മാരൊക്കെ തീറ്റിപ്പോറ്റുന്നത് അല്പം ചെലവേറിയതാണ്. അതിനാൽ തന്നെ നമ്മൾ ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ വിശ്വസനീയം എന്ന് പറയുന്നത് ജപ്പാൻകാരെയാണ്. ഇതിനെല്ലാം കൂടി ഒരു ഒറ്റ ഉത്തരമല്ല, അതാണ് ഈ കാണുന്ന മുതൽ. യവൻ ആരാണെന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജപ്പാൻകാരെയും അതുപോലെ തന്നെ അമേരിക്കക്കാരെയും പറ്റിയൊന്നുമല്ല. നമ്മൾ പറയാൻ പോകുന്നത് ഇറ്റാലിയൻകാരെ പറ്റിയാണ്. ഇറ്റാലിയൻ മാനുഫാക്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ടാറ്റ പറഞ്ഞ ഒരാളായിരുന്നു ഫിയറ്റ്. 1899 ഈ ഒരു കമ്പനി ഉത്ഭവിച്ചിരുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ലാൻസിയ എന്ന് പറയുന്നത്. ലക്ഷറി കാർസ് ഒക്കെ നിർമ്മിക്കുന്ന ഈ ഒരു ബ്രാൻഡ് 1906 ഉത്ഭവിച്ചിരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ല ചുവന്ന നിറത്തിലുള്ള നല്ല കുതിര, അതായത് കുതിരയുടെ ചിഹ്നമുള്ള ബ്രാൻഡാണ് ഫെറാറി എന്ന് പറയുന്നത്. 1939 ഫെറാറി എന്ന് പറയുന്ന കമ്പനി സ്ഥാപിതമായത്. ഫെറാറിയെ കുറിച്ച് പറയുവാണെങ്കിൽ തൊട്ടപ്പുറത്ത് പറയാനുള്ളതാണ് ലംബോർഗിനി. 1963 ഈ ഒരു കമ്പനി സ്ഥാപിതമായത്. ഇവർ ആദ്യമായി ട്രാക്ടറുകളൊക്കെ ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. ഫോക്സ്വാഗൺ ഗ്രൂപ്പിന്റെ അണ്ടറിലാണ് ഇപ്പോൾ ഈ ഒരു കമ്പനി ഉള്ളത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഫെറാറിയിൽ നിന്നുള്ള അവഗണന കൊണ്ടാണ് ലംബോർഗിനി എന്ന് പറയുന്ന കാർ നിർമ്മാതാവ് നല്ല കിഡിലൻ കാറൊക്കെ നിർമ്മിക്കാൻ തുടങ്ങിയിരുന്നത്. എങ്കിൽ പക്ഷേ ലംബോർഗിനി എന്നുള്ള അവഗണന കൊണ്ടുണ്ടായ ബ്രാൻഡാണ് പഗാനി എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റാലിയൻസ് എന്ന് പറഞ്ഞാൽ നിസാരക്കാരല്ലെന്ന് മനസ്സിലായല്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മസ്ലാർട്ടി. 1914 ഈ ഒരു കമ്പനി സ്ഥാപിതമായിരുന്നത്. ഇതുപോലെയൊക്കെ തന്നെ സ്പോർട്സ് ടൂറിനുള്ള ലക്ഷറി കാർ നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡാണ് അൽഫ റോമിയോ. 1910 ഈ ഒരു കമ്പനി സ്ഥാപിതമായിരുന്നത്. ബാക്കിയുള്ള ആൾക്കാർ നമുക്ക് അടുത്ത വീഡിയോയിൽ കൊണ്ടുവരാം. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും.